Yeah. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ ഒരു ഫോട്ടോയ്ക്കകത്ത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിനെ ഒരു ഒബ്ജക്റ്റിനെ തന്നെ 2-3 തവണ പേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഫോട്ടോ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, എന്നെ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, നല്ലൊരു ആപ്ലിക്കേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞു തന്നാൽ ഞാൻ അതിനെ വീഡിയോ ആക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അത് പല കൂട്ടുകാർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് ഏത് ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോള ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ബ്യൂട്ടി, സെൽഫി എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കിങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരിക. അതിനകത്ത് നമുക്ക് കണ്ടോ ക്ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. നമുക്ക് കണ്ടോ ക്ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ആ ക്ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് സെൽഫി എടുക്കാനായിട്ട് പറ്റും, ബാക്ക് ക്യാമറ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ട്രൈപോഡിലോ സ്റ്റേബിളായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഇമേജ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ട്രൈപോഡുണ്ട്, ഒരു 800 രൂപയുടെ ഒരു ട്രൈപോഡുണ്ട്. ഞാൻ ആ ട്രൈപോഡിലേക്കാണ് എൻ്റെ ഫോൺ വയ്ക്കുന്നത്. നിങ്ങൾക്ക് ട്രൈപോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെൽഫി സ്റ്റിക്കിലൊക്കെ വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല രീതിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാലും മതി. നിങ്ങളുടെ കൈക്കൊരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാലും മതി. അതിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര ഇമേജ് നമുക്ക് ഒരു ഫോട്ടോയ്ക്ക് അത് കൊണ്ടുവരണം എന്നുള്ള ഡീറ്റെയിൽസാണ്. പിന്നെ ടൈമർ വെക്കണമെന്നുണ്ടെങ്കിൽ ടൈമർ വയ്ക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാം. ഞാനിപ്പോൾ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഷട്ടർ ബട്ടണും കാണാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഫോട്ടോ എടുക്കുക. ആദ്യം ഒരു ഇമേജ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഇമേജ്, എൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ പറ്റും ആ ഇമേജ് എവിടെയാണ് വന്നിരുന്നതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ അടുത്ത പോസിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഫോട്ടോയാണോ വേണ്ടത് അത് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു വര പോലെ കാണാൻ പറ്റും. അതെൻ്റെ ക്യാമറയുടെ ലെൻസിൻ്റെ എന്തോ ഒരു പ്രോബ്ലമാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതാണ്, ഇങ്ങനെ നമ്മൾ എത്ര ഫോട്ടോയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അതുമാതിരി ഫോട്ടോ എടുക്കുക ഓരോ പോസിൽ വെച്ചിട്ട്. പിന്നെ ഒരു ഇമേജിൻ്റെ പുറത്തേക്ക് കയറാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ അതെല്ലാം ഇത് ചെയ്തിട്ട് കണ്ടോ, ഇപ്പോൾ അതെല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് തന്നെ ഒരുപാട് ഇമേജ് എത്തിച്ചിട്ടുണ്ട്. ഇത് വളരെ കൂളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് വരുന്നതായിരിക്കും. ബൈ. മറക്കാതെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.